പത്തനംതിട്ട സ്വദേശി രഞ്ജിത ഗോപകുമാരൻ നായർ എന്ന ആളാണ് എന്ന് മനസ്സിലാക്കുന്നു. ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത സർക്കാർ ജോലി ഇവിടെ സംസ്ഥാനത്ത് ലഭിച്ചതുകൊണ്ട് തന്നെ ലണ്ടനിലെ ജോലി രാജിവെക്കാനായി മടങ്ങിപ്പോയത് ആയിരുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയാണ് രഞ്ജിത ഗോപകുമാരൻ നായർ. കൊച്ചിയിൽ നിന്ന് രഞ്ജിത അഹമ്മദാബാദിലേക്ക് കഴിഞ്ഞ ദിവസം പോയിരുന്നു. അവിടെ നിന്നാണ് UK പോകാനായിരുന്നു പദ്ധതി. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നഴ്സായിരുന്ന രഞ്ജിതയ്ക്ക് UK മികച്ച ജോലി കിട്ടിയതല്ല, അവിടേക്ക് പോവുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. 2 കുട്ടികളും രഞ്ജിതയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിതയുടെ നാട്ടിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എല്ലാവരും ആകപ്പാടെ ഒന്ന് ഭയന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് നിജസ്ഥിതി അറിയാത്തതിൻ്റെ പേരിൽ ഒരു ഭയം നേരിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥിരീകരണം ആവശ്യമാണ്. അപ്പോൾ അത് നല്ല വാർത്തകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. മുട്ടുമൺ സ്വദേശിയാണ്, പുല്ലാട് സ്വദേശിയാണെന്ന് അറിഞ്ഞ് അപ്പോൾ ഞങ്ങളെല്ലാം പെട്ടെന്ന് ആരാന്ന് നമുക്ക് മനസ്സിലായില്ല. വീട്ടുപേരൊന്നും ക്ലിയറായിട്ട് കിട്ടിയില്ല. രഞ്ജിത നായരും അച്ഛൻ്റെ പേര് ഗോപകുമാരൻ നായരെന്ന് മാത്രമാണ് കിട്ടിയത്. അത് വെച്ച് ഞങ്ങളിങ്ങനെ ചുറ്റുവട്ടമുള്ള എല്ലാ ആൾക്കാരുമായിട്ടും പല പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. എല്ലാവരും അവരുടെ രീതിയിലൊക്കെ അന്വേഷിച്ചു. അന്വേഷണത്തിൽ പെട്ടെന്നാണ് നമുക്കിവിടെ ഈ വീട്ടിൽ നിന്നാണ് നമ്മുടെ കൊച്ചാണ് പോയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. മിനിഞ്ഞാന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുമല്ല. അല്ല, അവൾ സ്ഥിരം ആണ്, അവധിയെടുത്ത് പോയതാണ്. അവധി കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അവിടുന്ന് അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ്. 5 വർഷത്തെ അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ്. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഇവിടെ ഞങ്ങൾ കണ്ട് സംസാരിച്ചൊക്കെ പോയതാണ്. പുതിയ വീട് പണിയുന്നതിൻ്റെയും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് പോയതാണ്. എന്താണ് ഇത് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്നും അറിയത്തില്ല. ആകപ്പാടെ 2 കൊച്ചുകുട്ടികളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മോനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുമാണ് ഉള്ളത്. പയ്യത്തമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. 2 സഹോദരന്മാരുണ്ട് അവർക്ക്. പക്ഷെ എന്താണെന്ന് അവരാരും ഒന്നും അറിയത്തില്ല. എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പോഴത്തേക്ക്. അവിടെ അച്ഛൻ ഗോപകുമാർ ചേട്ടൻ നേരത്തെ മരിച്ചതാണ്. 3-4 കൊല്ലം മുമ്പ് തന്നെ മരിച്ചത്. 5 കൊല്ലമായി. ഭർത്താവ് ജോലിയാണ്. എവിടെയാണെന്ന് എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത നായർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം അവരുടെ നാട്ടിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടിയാണ് കേട്ടത്. കണ്ണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. കണ്ണൻ, വളരെ വേദനിപ്പിക്കുന്ന, മലയാളികളെ സംബന്ധിച്ച് ഏറെ വേദനിപ്പിക്കുന്ന സംഭവം. രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ആളുകൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസം വരെ നാട്ടിലുണ്ടായിരുന്ന രഞ്ജിത ലണ്ടനിലേക്ക് പോകാനുള്ള യാത്രക്കിടെ വിമാന ദുരന്തത്തിൽ പെടുകയായിരുന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഈ രഞ്ജിതയുമായി ബന്ധപ്പെട്ട്, വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ലഭിക്കുന്നുണ്ടോ? അഖില, ഇത് സംബന്ധിച്ച് വീട്ടുകാർക്ക് വ്യക്തമായ സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ രഞ്ജിത വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു അറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഈ വിവരം അറിഞ്ഞ് നിരവധി ആളുകൾ പക്ഷേ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഈ വീട്ടിൽ തന്നെ ഈ രഞ്ജിത ഉണ്ടായിരുന്നു. നേരത്തെ ലണ്ടനിൽ ജോലി ആയിരുന്ന രഞ്ജിത അവിടെ നിന്നും അവധിക്ക് വന്നിട്ട് വീണ്ടും തിരിച്ചു പോവുകയായിരുന്നു. കോഴഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ രഞ്ജിതയ്ക്ക് നഴ്സായി ജോലി ഉണ്ടായിരുന്നു. അവിടെ നിന്നും അവധിയെടുത്താണ് രഞ്ജിത ലണ്ടനിലേക്ക് പോയത്. പിന്നീട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇത്തവണ കൂടി പോയി തിരികെ വീണ്ടും വന്ന് ഗവൺമെന്റ് ആശുപത്രിയിലെ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ഇരിക്കെ ആണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ രഞ്ജിതയുടെ വീട്ടിൽ ഒരു പ്രായമായ അമ്മയാണ് ഉള്ളത്. അമ്മയോടൊപ്പം 2 കുട്ടികളുമുണ്ട്. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുമാണ് ഈ രഞ്ജിതയുടെ വീട്ടിലുള്ളത്. രഞ്ജിതയ്ക്ക് ഇപ്പോൾ താമസിക്കുന്ന വീടിനോട് ചേർന്ന് തന്നെ പുതിയൊരു വീടൊക്കെ വെക്കുന്നുണ്ട്. ഈ വീടിന്റെ പണികളൊക്കെ നടക്കുകയാണ്. ഈ വീട്ടിൽ പണിക്ക് ഉണ്ടായിരുന്നവരോടൊക്കെ സംസാരിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത തിരികെ പോയത്. നാട്ടിലുള്ളവർക്കെല്ലാം ഈ രഞ്ജിതയെ പറ്റിയും വീട്ടുകാരെ പറ്റിയുമൊക്കെ നല്ല അഭിപ്രായമാണ്. ഇത്തരത്തിലൊരു അപകട വാർത്ത എല്ലാവരും വളരെ ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല.
ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്ന വിവരങ്ങളാണ്. ഈ വിവരമൊന്നും പക്ഷേ ഈ വീട്ടുകാർ, അമ്മയും കുട്ടികളും ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് ഈ തൊട്ടടുത്ത് ഉള്ളവരൊക്കെ പറയുന്നത്. എന്തായാലും ഈ ഇവിടേക്കൊക്കെ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത ഇപ്പോൾ വരുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ കുടുംബം ഈ വിവരം വളരെ വേഗം അറിയുമല്ലോ. അപ്പോൾ അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? അതായത് കണ്ണൻ ആ പരിസരത്തുണ്ടോ ഈ സമയത്ത്? അതെ, തീർച്ചയായും ഈ വിവരം ഉടൻ തന്നെ അവർ അറിയും. പക്ഷെ ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം വന്ന ശേഷം എന്താണ് സംഭവിച്ചത് എന്നൊരു അറിയിപ്പ് ലഭ്യമാകാൻ കാലതാമസം ഉണ്ടാകും. അതുവരെ പക്ഷേ ഇപ്പോൾ തന്നെ ഈ വീട് പരിസരത്തൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ നമുക്ക് അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രായമായ ഒരു അമ്മയാണ്, അവർ രോഗാവസ്ഥയിലുള്ള ഒരു അമ്മയാണ് വീട്ടിലുള്ളത്. പിന്നെ ഉള്ളത് 2 കുട്ടികളാണ്. ഈ രഞ്ജിതയുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ്. ഭർത്താവ് ഇതേപോലെ വിദേശത്ത് ജോലി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീട്ടുകാരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടിലുള്ളവരുമായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. അഖില, ഈ ഏതെങ്കിലും തരത്തിൽ ഈ വിമാന അപകടത്തിൽ രഞ്ജിത പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഏതെങ്കിലും തരത്തിലുള്ള വിവരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ? നാട്ടുകാർക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിനോ ജില്ലാ കളക്ടർക്കോ ഒക്കെ വിവരം വന്നിട്ടുണ്ടാകുമല്ലോ. അത് സംബന്ധിച്ച് ഏതെങ്കിലും വിവരം ഉണ്ടോ ഇപ്പോൾ? ഇത്തരത്തിൽ രഞ്ജിത ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കളക്ടറും വില്ലേജ് ഓഫീസിൽ നിന്നും ഇത്തരത്തിലൊരു വിവരം ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ നിന്നും ചെന്നൈയിലേക്കാണ് രഞ്ജിത ട്രെയിൻ കൊച്ചിയിലേക്കാണ് ട്രെയിൻ കയറിയത്. അവിടെ നിന്നും ചെന്നൈയിലേക്ക് പോവുകയും അവിടെ നിന്നും അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെ ചെന്നിട്ടാണ് ഇപ്പോൾ ഈ വിമാനത്തിൽ രഞ്ജിത ഉൾപ്പെട്ടിട്ടുള്ളതായി അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരും നിമിഷങ്ങളിൽ അറിയാൻ കഴിയും. കണ്ണൻ, രഞ്ജിതയുടെ നിലവിലെ ഒരു സ്ഥിതി ഏതെങ്കിലും തരത്തിൽ അറിയാമോ? രഞ്ജിത ഇപ്പോൾ എവിടെയാണ്? ആശുപത്രിയിലേക്ക് രഞ്ജിതയെ മാറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അങ്ങനെയുള്ള വിവരം വരുന്നുണ്ടോ അത്തരത്തിൽ? ഇല്ല, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇവിടെ ലഭ്യമല്ല. രഞ്ജിത വിമാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊരു വിവരം മാത്രമാണ് അറിവുള്ളത്. അവർ ആശുപത്രിയിലാണോ അതോ മറ്റേതെങ്കിലും കാര്യമാണോ എന്ന് അറിയില്ല. അഖില, കണ്ണൻ ആണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ ലണ്ടനിൽ നഴ്സായിരുന്ന രഞ്ജിത ഈ വിമാനാപകടത്തിൽ മരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. അവധി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ദുരന്തം ഉണ്ടായത്. രഞ്ജിതയുടെ കുടുംബം ഇപ്പോൾ ഈ വിവരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ആ വീട്ടിൽ രഞ്ജിതയുടെ അമ്മയും ചെറിയ മകളും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും ആണുള്ളത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങി എത്തുമ്പോഴാണ് ഈ വിവരം അവരിലേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനീഷ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് നേരത്തെ വലിയ വിമാന ദുരന്തത്തിലേക്ക്, അതിൻ്റെ അന്വേഷണത്തിലേക്കൊക്കെ പോവുകയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു മലയാളിയായ ഒരു സ്ത്രീ ജോലിക്കായി അവധി കഴിഞ്ഞ് ലണ്ടനിലേക്ക് മടങ്ങിയ രഞ്ജിത മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൽ കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി ഏറ്റവും വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് രാജ്യം മുഴുവൻ, അല്ലേ? അഖില, തീർച്ചയായിട്ടും തിരുവല്ല കോഴഞ്ചേരി സ്വദേശിയായ രഞ്ജിതയുടെ മരിച്ചതായി തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ തന്നെ. വലിയ ഒരു ദുരന്തമാണ്. ഈ വിമാനത്തിൽ രഞ്ജിത ഉണ്ടായിരുന്നുവെന്നും ഏറെക്കുറെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്നാലും നേരത്തെ തന്നെ ഇത്തരം സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം ആ വിമാനത്തിൽ മലയാളികൾ ഉണ്ട് എന്ന ഒരു സൂചന ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിലൊക്കെ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായും ഉറപ്പിച്ച വാർത്ത നൽകുവാനായി കഴിയുള്ളൂ. എന്നാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്തകൾ നൽകുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 242 പേർ വിമാനത്തിലുണ്ടായിരുന്നു. അതിൽ 12 പേർ വിമാന ജീവനക്കാരാണ്. ബാക്കി 230 യാത്രക്കാരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സുരക്ഷിതമായ ഒരു വിമാനം, വളരെ സുരക്ഷിതരായ വളരെ മികവുറ്റ പൈലറ്റുമാർ, അങ്ങനെ എല്ലാം അനുകൂലമായ ഒരു ഘടകമുണ്ടായിട്ട് കൂടി ഒരു വലിയ ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാകേണ്ടി വന്നുവെന്ന ഖേദകരമായ സങ്കടകരമായ ഒരു അവസ്ഥയിലാണിപ്പോൾ രാജ്യമുള്ളത്.
ഈ വിമാനം തീർച്ചയായിട്ടും പറന്നുയർന്ന് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ തകരുമ്പോൾ പറന്നുയർന്ന ഉടൻ തന്നെ ഒരു അടിയന്തര സന്ദേശം ഒഴികെ മറ്റൊന്നും അയക്കുവാനായി പൈലറ്റുമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുണ്ടായ ഒരു ദുരന്തമാണ്. എന്നാൽ ഈ വിമാനം ഏതാണ്ട് 625 അടി മാത്രം ഉയരത്തിലെത്തിയപ്പോഴുണ്ടായ ഒരു അപകടമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. വിമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനവാസ മേഖലയിലേക്ക് തകർന്നു വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഒരു തരത്തിലും വിമാനത്തിൽ തകരാറുണ്ടായ ആ നിമിഷം തന്നെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വലിയ ഒരു അപകടം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ആ വിമാനം ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിച്ചോ തിരിച്ച് ഇറക്കുവാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ സമീപത്തുള്ള ജനവാസ മേഖല അല്ലാത്ത സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വിമാനം ഇടിച്ചിറക്കുവാനുള്ള ഒരു ശ്രമം നടത്താമായിരുന്നു. ഇതിന് രണ്ടിനും അവസരം ലഭിച്ചില്ല എന്നുള്ളത് തന്നെ വളരെ പെട്ടെന്നുണ്ടായ ഒരു അപകടം ആണ് ഇതെന്ന കാര്യത്തിൽ നൽകുന്ന പ്രാഥമിക സൂചനകൾ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ അന്വേഷണത്തിൽ പരിശോധനകൾ കൂടെ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വരും. രണ്ടാമത്തത്, ഈ വിമാന ദുരന്തം തീർച്ചയായിട്ടും ദുരന്തമുണ്ടായി ഏതാണ്ട് വിമാനം തകർന്നു വീണ് 3 മിനിറ്റിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയ ഒരു നേട്ടവുമായി നമുക്ക് വിലയിരുത്താം. പക്ഷേ ഈ വിമാനം ലണ്ടനിലേക്കുള്ള ഒരു വിമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ ആവശ്യത്തിന് ഇന്ധനമുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ തകർന്ന് വീണ് അഗ്നിഗോളമാകുമ്പോൾ അതൊരു വലിയ അഗ്നിഗോളമായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തകർക്ക് വലിയ തോതിൽ ജീവൻ രക്ഷിക്കുവാൻ കഴിയാതെ പോയത്. എന്നിട്ട് കൂടി 40ഓളം പേരെ അവിടെ നിന്നും ജീവനോടെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുവാനായി കഴിഞ്ഞു എന്നത് തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ മികവ് നമുക്ക് വ്യക്തമാക്കുന്നതാണ്. പക്ഷേ ഇത്രയധികം ഇന്ധനവുമായി തകർന്നു വീണ് തീപിടിക്കുന്ന ഒരു വിമാനത്തിൽ നിന്നും രക്ഷപ്പെടുക, അവിടെ നിന്നും ആൾക്കാരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരവും അസാധ്യവുമായ ഒരു ദൗത്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 133 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. മരണസംഖ്യ ഉയരരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് രാജ്യത്തിന് പൂർണ്ണമായും ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി നമുക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക, എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ, വ്യോമയാന മന്ത്രി അടക്കമുള്ളവരാണ് സ്ഥലത്തേക്ക് എത്തി ഇക്കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. രണ്ടാമത്, ഏതൊരു സാഹചര്യത്തിലാണ് വിമാനത്തിൽ അപകടമുണ്ടായത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു പരിശോധനയും കണ്ടെത്തലും ആവശ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് തകരുന്ന അല്ലെങ്കിൽ അപകടങ്ങൾ പതിവായ ഒരു വിമാനമല്ല ബോയിങ് വിമാനം. പ്രത്യേകിച്ച് ഡ്രീം ലൈൻ വിഭാഗത്തിൽപ്പെട്ട ബോയിങ് വിമാനമാണ്. ഇത്തരത്തിൽപ്പെട്ട ഒരു വിമാനം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ അത്രയും സുരക്ഷിതമായ ഒരു വിമാനം തന്നെയാണ്, എയർ ഇന്ത്യയുടെ വിമാനം തന്നെയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. 300-അധികം യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വിമാനമാണ്. അതിൽ 242 യാത്രക്കാർ മാത്രമായിരുന്നു ആ വിമാനം പറന്നുയരുമ്പോൾ അതിൽ വിമാനയാത്രക്കാർ ജീവനക്കാരും ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് ഒരു എമർജൻസി സന്ദേശം അയക്കുവാൻ മാത്രം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തകർന്ന ഒരു സാഹചര്യം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തുകയും അക്കാര്യത്തിലുള്ള കൂടുതൽ അന്വേഷണം നടത്തുകയും ഒക്കെ വേണ്ടതുണ്ട്. മൂന്നാമതൊരു കാര്യം, ഈ വിമാനം തകർന്നു വീണത് ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു ഹോസ്റ്റലിന് മുകളിലേക്കാണ് തകർന്നു വീണത്. കൃത്യമായി പറഞ്ഞാൽ അവരുടെ ഭക്ഷണശാലയ്ക്ക് മുകളിലേക്കായിരുന്നു വിമാനം തകർന്നു വീണത് എന്ന് നമുക്കറിയാം. ഏതാണ്ട് 1:38 വിമാനം പറന്നു വരുന്നത്. 1:41 തന്നെ അപകടം പൂർണ്ണമായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഈ മെസ് ഹോളിൽ, ഈ ഭക്ഷണശാലയിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ട്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ടെന്നും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പ്രാദേശികമായി അവിടെ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ നീളുകയും ചെയ്യുന്നു. കാരണം ഈ കെട്ടിടത്തിൽ ഉണ്ടായ തകർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഈ കെട്ടിടത്തിന് ഉള്ളിൽ എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ വിമാനം ഈ കെട്ടിടത്തിന് മുകളിൽ തകർന്നു വീഴുകയും അതിൽ നിന്നും വലിയ തോതിൽ ഇന്ധനവും അഗ്നിയും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ആ കെട്ടിടത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാകാനും വലിയ തീപിടുത്തം വിമാനത്തിലും കെട്ടിടത്തിലും ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യവും സാധ്യതയുമുണ്ട്. അപ്പോൾ
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. തീർച്ചയായും ആരെങ്കിലും അവിടെ ഇനിയും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൗത്യം തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് വലിയ വിപുലമായ സൗകര്യങ്ങളും നമ്മുടെ സൈന്യത്തിൻ്റെ അടക്കമുള്ള സേവനമടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നത്. നമുക്കറിയാം, വിമാനം അപകടത്തിൽപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിലും പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനായി നമുക്ക് കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. കാരണം അത്ര വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനത്തിലുള്ള വലിയ തോതിലുള്ള ഇന്ധനം അത് വലിയ ഒരു ഭീഷണി തന്നെയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഒരു തീഗോളമായി വിമാനം മാറുകയും ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയാതെ പലർക്കും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ വിമാനത്തിൽ ഇത്തരത്തിൽ ഇന്ധനം നിറയ്ക്കാതെ വിമാനത്തിന് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ദീർഘദൂര സർവീസുള്ള ഒരു വിമാനമാണ്. അതായത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കാണ് വിമാനം പറക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഇന്ധനം വിമാനത്തിൽ ശേഖരിച്ചുകൊണ്ട് മാത്രമേ വിമാനത്തിന് പറന്നു വരാൻ കഴിയുള്ളൂ. അത് സ്ഥിരമായി അങ്ങനെ തന്നെയാണ് വിമാനം പറന്നു വരികയും ചെയ്യുന്നത്. അപ്പോൾ അത് പക്ഷേ പറന്നുയർന്ന ഉടൻ തന്നെ ആയതുകൊണ്ട് വിമാനത്തിൽ എത്രമാത്രം ഇന്ധനം നിറച്ചിരുന്നോ അത്രയും ഇന്ധനം തന്നെ ആ വിമാനത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ദുരന്തത്തിന്റെ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു തീപിടുത്തത്തിലേക്ക് ഈ ദുരന്തം ഇത്രയും വലുതായി മാറിയത്. അഖില, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. അതൊരു അറിയിപ്പാണ് പ്രേക്ഷകർക്കുള്ള. ടേക്ക് ഓഫിനിടെ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് അപകടമുണ്ടായതിനെ തുടർന്ന് സർക്കാർ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനം അടച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ കൊടുത്തതാണ്. ഗൾഫ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളെ ഇത് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് യാത്രക്കാർ തീർച്ചയായും എയർലൈൻ അപ്ഡേറ്റുകൾ കൃത്യമായി നിരീക്ഷിക്കണം എന്നുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഈ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളൊക്കെ റദ്ദാക്കുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അത് ക്രമീകരിക്കുകയോ ചെയ്ത സാഹചര്യത്തിൽ എയർലൈൻ അപ്ഡേറ്റുകൾ കൃത്യമായി യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിമാനത്താവളം അടച്ച ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെടുന്നതോ ഇങ്ങോട്ടോ ഒരു വിമാനവും എത്തിച്ചേരില്ല എന്നുള്ള കാര്യം കൂടി യാത്രക്കാർ ശ്രദ്ധിക്കണം. UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റിൻ, ഒമാൻ, കുവൈറ്റ് എന്നീ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം ഇപ്പോൾ മിക്കവാറും വിമാന സർവീസുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലതൊക്കെ കാലതാമസം നേരിടാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള വിമാന സർവീസുകളും തടസ്സപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അതാത് എയർലൈനുകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുകയോ എയർലൈൻ അധികൃതരുമായി ബന്ധപ്പെട്ടോ കൃത്യമായി യാത്രയുടെ വിവരങ്ങൾ ഈ വിമാനത്തിൽ പോകേണ്ടവർ, അതായത് ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിലൂടെ സഞ്ചരിക്കേണ്ട ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി പ്രേക്ഷകരുടെ ഒരു പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്. ഏതായാലും വിമാന ദുരന്തം, അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തം വരികയാണ്. ഒപ്പം ഈ മലയാളിയായ ഒരു നേഴ്സ്, ലണ്ടനിലെ നേഴ്സായ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. 2 മലയാളികൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ കൃത്യത വരേണ്ടതുണ്ട്. പക്ഷേ ഈ രഞ്ജിത ആർ നായർ മരിച്ചു എന്നുള്ള വിവരം വരികയാണ്. അവധി കഴിഞ്ഞ് മടങ്ങവെയാണ് രഞ്ജിത ഈ വിമാനത്തിൽ പെട്ടത്. ഒപ്പം തന്നെ ഈ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇതൊരു മെസ് ഹോളിലേക്കാണ് വിമാനം തകർന്നു വീണതെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതൊരു ഹോസ്റ്റലിൻ്റെ മെസ്സാണ്. ആ ഹോസ്റ്റലിലെ 5 വിദ്യാർത്ഥികളും ഈ വിമാന ദുരന്തത്തിൻ്റെ ഭാഗമായി മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഈ സമയത്ത് പുറത്ത് വരുന്നുണ്ട്.